മൾട്ടി ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസിനെയാണല്ലോ ബിസിനസ് ഓണേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? എല്ലാ ബിസിനസ് ഓണേഴ്സും മൾട്ടി ടാസ്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ബിസിനസ് ഓണേഴ്സ് അവരുടെ എംപ്ലോയീസും മൾട്ടി ടാസ്ക് ചെയ്യുന്നവരായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസ് വളരെ അനിവാര്യമാണ്. എന്നാൽ ബിസിനസ് വളരും തോറും മൾട്ടി ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത് ബേർഡൻ ആയിക്കൊണ്ടിരിക്കും. ക്രമേണ അവരുടെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റിയും എഫിഷ്യൻസിയും കുറഞ്ഞു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബിസിനസ് ഓണറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം എംപ്ലോയീസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനവും പെർഫോമൻസും പുറകിലേക്ക് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ മൾട്ടി ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസ് പെട്ടെന്ന് തന്നെ ബേൺ ഔട്ട് ആകപ്പെടുകയും അതുപോലെ തന്നെ എംപ്ലോയർക്ക് നല്ലൊരു എംപ്ലോയിയെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു എംപ്ലോയി കൊണ്ട് മൾട്ടി ടാസ്ക് ചെയ്യിപ്പിച്ചത് ഒരു ബിസിനസ് ഓണർ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് മാറും. ആസ് ആൻ എംപ്ലോയർ നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴുള്ള എംപ്ലോയി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനകത്ത് ഏതൊക്കെ ജോലികൾ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് നടക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് പ്രോപ്പർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഈ ജോലികൾ ചെയ്യുവാനായിട്ട് പ്രോപ്പർ സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി ആ പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തേതും അവസാനത്തേതും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പുതിയ എടുത്ത എംപ്ലോയീസിനെ കൊണ്ട് മൾട്ടി ടാസ്ക് ചെയ്യിപ്പിക്കരുത്. അവർക്ക് എന്ത് ജോലിയാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രം ചെയ്യിപ്പിക്കുക. നമ്മൾ ഓൾറെഡി ചെയ്ത മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കാതിരിക്കുക.